ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് നൽകിയ നേതൃത്വമുണ്ട്. ലോകത്തിന് മുഴുവനായി എല്ലാ മനുഷ്യർക്കുമായി നൽകിയ നേതൃത്വമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ സാധാരണ നിലയിൽ നാം കാണാതെ പോയ ആളുകളെ കണ്ടെത്തിയ ഒരു നേതൃത്വമുണ്ട്. ഒരു കരുതൽ രൂപമായി സഭയിലും സമൂഹത്തിലും ഈ മുഖ്യധാരയിൽപ്പെടാത്ത ആളുകളുടെ ഇടയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു തേജോമയമായി അരൂപമായിട്ട് നിൽക്കുന്നുണ്ട്. അത് അദ്ദേഹം പുലർത്തി വന്ന ജീവിത വീക്ഷണത്തിൻ്റെ, അദ്ദേഹത്തിലൂടെ ശ്രദ്ധേയമായ ഒരു ജീവിത ദർശനത്തിൻ്റെ നേർക്കാഴ്ചയാണ്. അങ്ങനെ ഒരു നേതൃത്വം നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ നഷ്ടമാകുമ്പോൾ നമുക്കുണ്ടായ ഒരു വേദനയും ഈ നിമിഷങ്ങളിൽ ആ വലിയ മനുഷ്യൻ കാട്ടിയ മാതൃകാപരമായ സമർപ്പണത്തെക്കുറിച്ചുള്ള നന്മ പങ്കുവയ്ക്കലുമൊക്കെയാണ് സ്വാഭാവികമായി വരിക. ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യക്തിപരമായി അടുത്തറിയുന്നതിന് 2013 മുതൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് മുൻപ് വ്യക്തിപരമായി അങ്ങനെ ഒരു വലിയ അടുപ്പത്തിലുള്ള ഒരാളായിരുന്നില്ല. 2013 ഞങ്ങൾ ഒരുമിച്ച് പുതിയ മാർപ്പാപ്പയെ എലക്ട് ചെയ്യുന്നതിന് വേണ്ടി താമസിച്ച അദ്ദേഹത്തിൻ്റെ മുറിയുടെ 2 മുറി കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയ മുറി. ഞങ്ങൾക്ക് കിട്ടുന്ന മുറികൾ അത് ലോട്ടെടുത്താണ് തീരുമാനിക്കുക. അങ്ങനെ കിട്ടിയതാണ് ഞങ്ങൾക്ക് 2 പേർക്കും എല്ലാവർക്കും താമസ സൗകര്യം. ആ സമയത്ത് മുതൽ ആരംഭിച്ച ഒരു സൗഹൃദം, സ്നേഹം വളരെ നല്ല, നമ്മുടെ ഭാരത സംസ്കാരത്തെയും ഭാരതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയെയും ഒക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു മാർപ്പാപ്പയായി കാണുന്നതിന് സാധിച്ച ഒരവസ്ഥയിൽ വരെ ആ ബന്ധം നീണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ദേശത്തോടുള്ള മതിപ്പ് വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടേത് വലിയ ഒരു സംസ്കാരമാണെന്നും നമ്മുടേത് പരിഗണിക്കപ്പെടേണ്ട ഒരു രാജ്യമാണെന്നും ഒക്കെ പിതാവ് എപ്പോഴും ശ്രദ്ധയോടുകൂടി ഓർമ്മിച്ചിരുന്നു. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പിതാവിൻ്റെ നേതൃത്വം ഒരു സവിശേഷമായ നേതൃത്വമായിരുന്നു. സുവിശേഷം വീണ്ടും വായിക്കാനും സുവിശേഷത്തിലെ യേശുവിനെ നേരിട്ട് അടുത്ത് കാണാനും ഉള്ള ഒരു പരിശ്രമമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരമായി സഭാമക്കൾക്ക് നൽകിയിരുന്ന ഉപദേശം. നിങ്ങൾ കണ്ടുമുട്ടിയതിനേക്കാൾ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ സുവിശേഷത്തിലുണ്ട്, അത് കാണണം. ഇപ്പോൾ സഭയ്ക്ക് ഒരു വലിയ നേതൃത്വവും വെല്ലുവിളിയും അദ്ദേഹം നൽകിയിരുന്നു. പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം വളരെ ഇക്കാലത്ത് വിഭജിതമാകുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യേ അദ്ദേഹം ഒരു ഐക്യത്തിൻ്റെ രൂപമായി എപ്പോഴും പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം 2 വലിയ സമ്മേളനങ്ങളിൽ, പ്രത്യേകിച്ച് UAE-യിൽ നടന്ന, അബുദാബിയിൽ നടന്ന മതാന്തര സംവാദങ്ങളിൽ സംബന്ധിക്കുന്നതിനൊക്കെ ഇടയായിട്ടുണ്ട്. ഫ്രത്തേള്ളി തൂത്തി, നാം എല്ലാവരും സഹോദരങ്ങളാണ് എന്ന തലക്കെട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ വളരെ പ്രഖ്യാതമായ അപ്പസ്തോലിക ലേഖനങ്ങളുണ്ട്, പ്രബോധനമുണ്ട്. ഒരു തലക്കെട്ടിൻ്റെ പ്രത്യേകത മാത്രമല്ല, മനുഷ്യ സമീപനത്തിൻ്റെ പ്രത്യേകതയാണ് ആ തലക്കെട്ടിനെ അങ്ങനെയാക്കിയത്. നാം എല്ലാവരും സഹോദരങ്ങൾ. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേരായി ഇട്ടു എന്ന് മാത്രമല്ല, അത് നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്ന ഒരു സമീപനമായി ജീവിക്കണം എന്നത് പൊതുസമൂഹത്തോട് അദ്ദേഹം നൽകി. ഭൂമിയെക്കുറിച്ച് നൽകിയിട്ടുള്ള വലിയ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ലൗദാത്തോ സി എന്ന വലിയ ലേഖനത്തിൽ വന്നിട്ടുണ്ട്. ഭൂമിയെ ബഹുമാനിക്കുന്ന, ഭൂമിയെ കരുതുന്ന, ഭൂമിയെ അമ്മയായി പരിഗണിക്കുന്ന ഒരു സമീപനം. മൂന്നാമത്തെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാവങ്ങളോടുള്ള പരിഗണനയാണ്.
നമുക്ക് മുൻകൂട്ടി സങ്കല്പിക്കാനാവാത്ത ചില പ്രോട്ടോക്കോളുകൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട്. വളരെ ഹൃദ്യമാണ് അദ്ദേഹത്തോടുള്ള സംസാരം, ഇടപെടൽ. അവിടെ മറ്റ് ഫോർമാലിറ്റികളൊക്കെ മാറ്റിവെച്ചാണ് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഇപ്പോൾ അദ്ദേഹം അടുത്ത കാലത്ത് വീൽ ചെയർ ഉപയോഗിക്കുന്നെങ്കിലും അതിനു മുൻപ് അദ്ദേഹത്തെ കണ്ടിട്ട് മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ പരിശുദ്ധ പിതാവ് കൂട്ടത്തിൽ വരും. രണ്ടാം പ്രാവശ്യം ഞാൻ കാണാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് വരരുത്, ലിഫ്റ്റിലേക്ക് നടന്നു വരികയാണ് നമ്മളെ യാത്രയാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിതാവ് വരേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, എനിക്ക് വരണം. അപ്പോൾ അദ്ദേഹത്തിന് ഈസ് എ മാൻ ഓഫ് ഹ്യൂമർ. അദ്ദേഹം പറയും, രണ്ട് കാര്യം കൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് വരെ വന്ന് യാത്രയാക്കുന്നത്. ഒന്ന്, എന്നെ കാണാൻ വന്ന ആൾ തിരിച്ചു പോയി എന്ന് ഉറപ്പാക്കണം. അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയും, വരുന്നവരൊന്നും ഇവിടുന്നൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഈസ് എ മാൻ ഓഫ് ഹ്യൂമർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.